മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്വന്തം കയ്യൊപ്പിട്ട് മുന്നേറിയ നേതാവാണ് പ്രതാപ് സർനായക്. ഓട്ടോറിക്ഷ സ്റ്റിയറിംഗിൽ നിന്ന് അധികാരത്തിന്റെ പടവുകളിലേക്ക് പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ടെഴുതിയ ഒരു വിജയകഥ. ഇന്ന് ശക്തനായ രാഷ്ട്രീയ നേതാവും വിജയകരമായ വ്യവസായിയും തന്റെ പ്രാരംഭ പോരാട്ടങ്ങൾ ഓർത്തെടുത്ത് മഹാരാഷ്ട്ര ഗതാഗത വകുപ്പ് മന്ത്രി പ്രതാപ് സർനായക് നടത്തിയ ഹൃദയസ്പർശിയായ പ്രസംഗം ഏറെ പ്രചോദനമായി മാറുന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രതാപ് സർനായക് ഓട്ടോറിക്ഷ ഓടിച്ചും ചെറിയ ഭക്ഷണ സ്റ്റാൾ നടത്തിയും കുടുംബം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാധാരണ യുവാവായിരുന്നു. 80കളിലെ തന്റെ ഡൊംബിവിലി ജീവിതം ഓർത്തെടുത്ത് മഹാരാഷ്ട്ര ഗതാഗത വകുപ്പ് മന്ത്രി പ്രതാപ് സർനായക് बहुत दिन के बाद में मैं क्रिकेट टूर्नामेंट्स के लिए यहाँ पे आया. शायद आप लोगों को पता नहीं होगा, मगर मैं 82 से लेके 88 तक डोंबिवली में रिक्शा चलाता था और यहाँ पे तो रात को कोई आता भी नहीं था. ആ കഠിന ദിവസങ്ങൾക്കിടയിലും സ്വപ്നങ്ങൾ കൈവിടാതെ മുന്നേറിയ ജീവിതം. क्योंकि सिर्फ विलेज थे आजू बाजू में, ये कुछ बिल्डिंग अरे सादा छोटा घर नहीं था, गली गुली में गांव जो अंदर के थे. ഒപ്പം മനോഹരമായൊരു പ്രണയവും പിന്നീട് ജീവിത പങ്കാളിയായ കാമുകിയുമായി റിക്ഷയിൽ ചുറ്റി നടന്ന ഓർമ്മകളും മന്ത്രി പങ്കുവച്ചു. मेरी शादी जिससे हुई जो पेंडरकर कॉलेज में पढ़ती थी, तो मैं बाइक पे या रिक्शा में उसको खिलकारी मंदिर कभी कभी लेके आता था. घूमने का वही हमारा एरिया हुआ करता था. വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിൽ സംഘടിപ്പിച്ച ആദ്യ മലയാളി പ്രീമിയർ ലീഗ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കവെയാണ് തന്റെ ജീവിതത്തിന്റെ ഈ മറക്കാനാകാത്ത അധ്യായങ്ങൾ മന്ത്രി തുറന്നു പറഞ്ഞത്. ഡോംബിവിലിയിൽ നിന്ന് താനെയിലേക്ക് താമസം മാറിയതോടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള വഴിത്തിരിവ്. തുടർന്ന് ശിവസേനയുടെ നേതൃത്വത്തിൽ മാജിവാഡ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സർനായക് 2022 രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് ശേഷം ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന വിഭാഗത്തോടൊപ്പം ചേർന്നു. രാഷ്ട്രീയത്തിന് പുറമെ വിഹാം ഗ്രൂപ്പ് വഴി വ്യവസായ രംഗത്തും ശക്തമായ സാന്നിധ്യം തെളിയിച്ച പ്രതാപ് സർനായക് ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയെയും അവസരമാക്കിയ വ്യക്തിയാണ്. സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ച് യുവാക്കളോട് പറയുന്നത് ഒരേ ഒരു സന്ദേശം: പരിശ്രമം, ക്ഷമ, ആത്മവിശ്വാസം ഇവയാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ പാത. സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് ഉയർന്ന പോരാട്ടമാണ് തന്റെ വിജയത്തിന്റെ അടിസ്ഥാനമെന്നും ഊന്നി പറയുന്നു. ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ചേർന്നപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് അസംബ്ലി വരെ എത്തിയ യാത്ര ഇന്ന് അനേകർക്ക് പ്രചോദനമാണ്. കേരളത്തെയും മുംബൈയിലെ മലയാളികളെയും കുറിച്ച് പറയുമ്പോൾ പ്രത്യേക സ്നേഹം. മലയാളി സംസ്കാരത്തെയും ഐക്യബോധത്തെയും മന്ത്രി പ്രശംസിക്കുന്നു. और आपका ये भी फायदा सबसे ज्यादा है, क्योंकि सबसे ज्यादा अगर एजुकेटेड कोई पब्लिक ज्यादा है हमारे इसमें तो केरला के लोग हैं. ഓട്ടോറിക്ഷയിൽ ആരംഭിച്ച ഒരു സ്വപ്നം ഇന്ന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ശക്തമായ സാന്നിധ്യമായി വളർന്ന കഥ. പ്രതാപ് സർനായകിന്റെ ജീവിതയാത്ര ഇന്ന് പലർക്കും പ്രതീക്ഷയും പ്രചോദനവും പകരുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women. Azia Builders, building beyond blue. Royal Rasool, where elegance meets authentic taste.